السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. عن أبي هريرة قال قال رسول الله صلى الله عليه وسلم: رغم أنف رجل ذكرت عنده فلم يصلي علي، ورغم أنف رجل دخل عليه رمضان ثم انسلخ قبل أن يغفر له. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ നാമം ആരിലെങ്കിലും ഉച്ചരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലാത്തവന് അവൻ തുലയട്ടെ. ശരിക്ക് റഗിമ അൻഫു റജുലിൻ എന്നുള്ളതൊരു പ്രയോഗം, മൂക്ക് നിലത്ത് കുത്തട്ടെ എന്നുള്ള രൂപത്തിൽ, അതായത് അങ്ങേയറ്റം നിന്ദ്യത അവന് നേരുന്നൊരു രൂപമാണ്. വീണ്ടും തുടർന്ന് പറയാണ്, റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാനു സുമ്മ ഇൻസലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു. ആർക്കെങ്കിലും ഒരു റമദാൻ വന്നെത്തുകയും എന്നിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ അവനിൽ നിന്ന് നീങ്ങിപ്പോവുകയുമാണെങ്കിൽ അവൻ തുലയട്ടെ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു റമദാനിനെ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തൗഫീഖ് ലഭിച്ചവരാണ് നമ്മൾ. ഇനി ഈ റമദാനിന് വന്നെത്തിയിട്ട് അത് നമുക്ക് കിട്ടിയിട്ട് അത് വേണ്ട പോലെ പരിഗണിക്കാതെ അലസമായി കഴിയുന്നത് അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കാൻ കാരണമായി തീരും എന്നർത്ഥം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മൻ സ്വഹലഹു റമദാനു വസലിമ സലിമത് ലഹു സായിറു സനതിഹി. റമദാൻ മാസം ഒരാൾക്ക് ശരിയായ നിലയിലും സുരക്ഷിതമായ നിലയിലുമായി തീർന്നാൽ അവൻ്റെ വർഷത്തിൻ്റെ ബാക്കിയുള്ള, അതായത് ഈ മാസങ്ങളൊക്കെയും തന്നെ സുരക്ഷിതമാകും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു റമദാൻ മാസം ഏറ്റവും നല്ല രൂപത്തിൽ സുരക്ഷിതമായ നിലയിൽ അവനത് ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ കൊല്ലം തന്നെ, അതായത് ബാക്കിയുള്ള മാസങ്ങളൊക്കെയും തന്നെ അവന് സുരക്ഷിതമാകും എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മഹുല്ലാ പറയുന്നത് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ മാലിക് ബിൻ ഹുവൈരിസിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മിമ്പറിൻ്റെ ഓരോ പടികൾ ഇങ്ങനെ കയറുമ്പോഴും ആമീൻ ആമീൻ എന്നിങ്ങനെ 3 തവണ പ്രാർത്ഥിച്ചതും തുടർന്ന് എന്താണ് എന്ന് സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത രംഗവുമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യുകയുമായി ചെയ്തിരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിലുള്ളൊരു പ്രാർത്ഥന നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മലക്കുകൾ വെച്ച് തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുമ്പോൾ മലക്കുൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാമും അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് ആമീൻ എന്ന് പറയുകയും കൂടി ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഗൗരവം നമുക്കറിയാവുന്നതാണ്. അതായത് ഒരു വ്യക്തി റമദാൻ മാസത്തിൽ ജീവിച്ചിട്ട്, അതായത് നോമ്പ് പിടിച്ചിട്ട് തൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് പൊറുക്കലിനെ തേടിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവൻ അകറ്റപ്പെടട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഒരു റമദാൻ കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള ഗൗരവത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാ പറയുന്നത് കാണാൻ സാധിക്കും, ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ നഷ്ടപ്പെട്ടവന് വിജയങ്ങളും നന്മകളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രമേൽ ഗൗരവമുള്ളൊരു വിഷയമാണ് ഈ റമദാനിന് ഏറ്റവും നല്ല രൂപത്തിൽ ഫലപ്രദമായ രൂപത്തിൽ
ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒഴിഞ്ഞിരുന്ന് ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ ഒരു വേള നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ വിഷയങ്ങൾ ചെറിയ രൂപത്തിൽ മാറ്റി വെക്കേണ്ടി വന്നു കഴിഞ്ഞാലും, ആഖിറത്തിൻ്റെ വിഷയത്തിൽ, യഥാർത്ഥ വിജയം നേടുന്ന വിഷയത്തിൽ അൽ ഫലാഹ് എന്നുള്ള ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ആ വിജയം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ദുനിയാവിനെ മാറ്റി വെക്കേണ്ടി വന്നാലും അതൊരു നഷ്ടമാകില്ല എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയിട്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ റമദാനിൽ ഉണ്ടാവണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തിഖാഅൻ ലില്ലാഹ് ഇല്ലാ ആതാക അല്ലാഹു ലഹു ഖൈറൻ മിൻ. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടിയിട്ട് നീ ഒരു കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലൊരു കാര്യം അവൻ നിനക്ക് പകരം നൽകാതിരിക്കില്ല എന്ന്. അതാണ് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. ദുനിയാവിൻ്റെ ഒരു കാര്യം ആഖിറത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാലും അതിനേക്കാളും ഏറ്റവും നല്ലത് റബ്ബ് സുബ്ഹാനഹു വ തആല പകരം നൽകുന്നുള്ളൊരു ബോധ്യം. അതേ സ്ഥാനത്ത് ദുനിയാവിൻ്റെ വേണ്ടി ആഖിറത്തിനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കുമെന്നുള്ളൊരു ബോധ്യം പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ഒരു റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ തൗഫീഖിന് വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് സദാ പ്രാർത്ഥനകൾ ഉണ്ടാകണം. ആരാധനകൾക്കും അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങൾക്കും അതുപോലെ മറ്റു പ്രാർത്ഥനകൾക്കും മറ്റു പല വിഷയങ്ങളിലും ഓരോ വിഷയങ്ങളും ദീന് ഇൽമി നേടിയെടുക്കുന്നതിലും ഒക്കെ തന്നെ കൃത്യമായൊരു പ്ലാന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കാരണം ഈ ഒരു ജീവിതത്തിൽ നമുക്ക് ഈ ഒരു റമദാന് കിട്ടിയിട്ട് ഇനിയൊരു റമദാനിനെ കൂടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ സാധ്യമല്ല. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു അദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നാളെ ഞാൻ എന്താ ചെയ്യുക, ഞാൻ എവിടെ വെച്ചിട്ടാണ് മരണപ്പെടുക എന്നൊന്നും തന്നെ നമുക്ക് കൃത്യമായ വ്യക്തതയില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഉള്ള സമയത്തെ, കിട്ടിയ സമയത്തെ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വറഹംനാ യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തുബു